നമസ്കാരം ചേട്ടാ. ഞാൻ എൻ്റെ നാട്ടിലെ ചെറിയ കഥകളും പിന്നെ ചില ആത്മഹത്യാ ശ്രമത്തിലെ തമാശകളൊക്കെ ആയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഒരു കോമഡി ഇല്ല, ഉള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്ന് അടിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തു വന്നിട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് ഇങ്ങനെ എപ്പിസോഡുണ്ട്, എൻ്റെ ഒരു കോമഡി ഇല്ല. അതൊന്നും നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. കോമഡിയൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ചെറുത് മേടിക്കണം. ഞാൻ പറഞ്ഞ ചെറുതൊക്കെ മേടിക്കാം. ഞാനങ്ങനെ കയ്യിൽ കാശിലൊന്നും ഇല്ലാണ്ട് അവിടെ നിന്നൊക്കെ തപ്പിപ്പെറുക്കി ബ്ലാക്കിലൊരു സാധനം മേടിച്ചു. അങ്ങനെ സാധനം മേടിച്ച് അടിച്ചിട്ട് മൂന്നാമത്തെ പെക്കായപ്പോൾ ടച്ചിങ്സ് തീർന്നു. അപ്പം ഞാൻ പറഞ്ഞ ഒരു അച്ചാർ മേടിക്കുക ഒരു 10 രൂപ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവൻ്റെ കഥ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഇവൻ ലോണിൻ്റെ കാര്യവും പ്രമാണം പണയം വെച്ച കാര്യവും കംപ്ലീറ്റ് കാര്യം പറഞ്ഞു. ഇവൻ കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കോമഡി തേടിപ്പോയ ഞാൻ ഒന്നെങ്കിൽ ഇവൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ നൈസായിട്ട് അവിടെ സ്കിപ്പായി. കാരണം എന്താണെന്നറിയോ, ഇവനൊരു ആത്മഹത്യ ടെൻഡൻസിയുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇവനൊരു ആത്മഹത്യാ ശ്രമം നടത്തി, മരിച്ചില്ല ഇവനിങ്ങനെ മരിക്കാതെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നേഴ്സ് ചോദിച്ചു, എടാ എന്തിനാടാ മോനെ നീ ആത്മഹത്യാ ശ്രമം നടത്തിയത്? നീ ഒരു നല്ല പയ്യനല്ലേ? അപ്പോൾ ഇവൻ പറയാ, ചേച്ചിക്ക് അറിയോ, എൻ്റെ അമ്മ എനിക്ക് രാത്രിക്ക് ചോറൊന്നുമില്ല. ഇത് കേട്ട് നേഴ്സ് അമ്മയോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു അമ്മയാണോ, ഒരു മകന് ചോറ് ചോദിച്ചാൽ കൊടുക്കണ്ടേ? അപ്പം അമ്മ പറയാ, ഇല്ലാത്ത കാശ് കടം മേടിച്ച് 100 ചാളം മേടിച്ച് തരാൻ വേണ്ടി കറി വെച്ച് 8:30 ചോറ് കൊടുക്കുക. 12 മണിയായപ്പോൾ ചോറെന്ന് വെച്ചാൽ ഞാൻ അവിടെ എടുത്ത് കൊടുക്കാനാണ്. ഇവൻ ഈ ആത്മഹത്യാ ശ്രമം പിന്നെയും തുടർന്നു. അപ്പോൾ ഇവനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ട്രെയിനിന് തലവെക്കാം. എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പണി തീരുമല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവർ രാത്രിക്ക് പോകാൻ പേടിയാണ്. ഇവൻ പട്ടാപ്പകലി ഒരു ഉച്ച സമയത്ത് ഇവൻ നേരെ ഒരാളൊഴിഞ്ഞ പ്രദേശത്ത് റെയിൽവേ ട്രാക്കിൽ എന്നിട്ട് ഇവൻ നേരെ കൊണ്ട് തല ഇങ്ങനെ വെക്കേ പാളം ചുട്ടുപഴുത്ത് കിടക്കില്ല. ഉച്ചക്ക് പെടലി പൊള്ളിപ്പോയി. ഇവൻ ഈ പെടലി പൊള്ളിയതൊക്കെ സഹിച്ചിട്ട് 1.5 മണിക്കൂർ അങ്ങോട്ട് കിടന്ന്. പക്ഷേ പുള്ളിക്കാരൻ അപ്പോഴാണ് ഓർത്ത ലോക്ക്ഡൗൺ ട്രെയിനൊന്നും വന്നില്ല. ഇവൻ ആത്മഹത്യാ ശ്രമം വീണ്ടും തുടർന്ന്. നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്നതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമായൊരു വിഷമാണ് ഒതളങ്ങ. ഇവൻ ഒതളങ്ങ കഴിച്ച്. അവൻ ഒതളങ്ങ കഴിച്ചപ്പോഴാണ് ഇവൻ്റെ വെപ്രാളത്തിന് മരിച്ചു പോകുന്നുള്ള വെപ്രാളത്തിൽ ഇവൻ ഓടി വന്ന് കൂട്ടുകാരൊക്കെ ഇരിക്കുകയാണ്. ഇതിൽ ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഞാൻ ഒതളങ്ങ കഴിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കൂട്ടുകാരൻ പറയും, ഷോ എന്ത് പണിയാണോ നീ കാണിച്ചത്? എടാ നീ ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ, അവന്മാരൊക്കെ അറിഞ്ഞാൽ പേടിക്ക്, പോയി വീട്ടിൽ നിന്നോളാം.